വാർത്തകൾ വിശദമായി. ബാർകോഴ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ SP R സുകേഷിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചു. വിജിലൻസ് ഡയറക്ടറുടെ ശുപാർശ പ്രകാരം ആഭ്യന്തരമന്ത്രിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ബിജു രമേശുമായി SP സുകേശൻ ഗൂഢാലോചന നടത്തിയ ശേഷമാണ് ബിജു രമേശ് കൂടുതൽ മന്ത്രിമാരുടെ പേരുകൾ വെളിപ്പെടുത്തിയതെന്ന് വിജിലൻസ് ഡയറക്ടർ ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. SP R സുകേഷനുമായി ഗൂഢാലോചന നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ മന്ത്രിമാർക്കെതിരെ ബിജു രമേശ് ആരോപണം ഉന്നയിച്ചതെന്നും ബിജു രമേശ് കോടതിയിൽ സമർപ്പിച്ച ശബ്ദരേഖകളിൽ നിന്ന് ഇക്കാര്യം വ്യക്തമാണെന്നും അതുകൊണ്ട് ഇക്കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്നുമായിരുന്നു വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡി ആഭ്യന്തര വകുപ്പിന് ശുപാർശ നൽകിയത്. ഈ ശുപാർശ അംഗീകരിച്ച ആഭ്യന്തരമന്ത്രി SP R സുകേഷിനെതിരെയും ബിജു രമേശിനെതിരെയും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടു. R സുകേഷൻ SI ആയിരുന്ന കാലം മുതൽ തന്നെ അറിയാമെന്നും സൗഹൃദപരമായിട്ടാണ് സുകേഷൻ മൊഴിയെടുത്തതെന്നും ബിജു രമേശ് ശബ്ദരേഖയിൽ പറയുന്നതായി വിജിലൻസ് ഡയറക്ടർ സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. താൻ അന്വേഷണ ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഒന്നും പുറത്തു പറയാൻ കഴിയില്ലെന്നും അതുകൊണ്ട് ബിജു രമേശ് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ എന്നും സുകേഷൻ പറഞ്ഞതായും ശങ്കർ റെഡ്ഡി വ്യക്തമാക്കുന്നു. സംഭാഷണങ്ങൾ ബിജു രമേശും സുകേഷനും തമ്മിലുള്ള സൗഹൃദം വ്യക്തമാക്കുന്നതാണെന്നാണ് ശങ്കർ റെഡ്ഡിയുടെ പുതിയ കണ്ടെത്തൽ. കുറ്റപത്രം നൽകാൻ തെളിവൊക്കെ ലഭിച്ചിട്ടുണ്ടെന്നും സാക്ഷികൾ പിന്മാറിയാലും കുറ്റപത്രം നൽകുമെന്നും സുകേഷൻ പറഞ്ഞതായി ബിജു രമേശ് ശബ്ദരേഖയിൽ പറയുന്നുണ്ടെന്നും ശങ്കർ റെഡ്ഡിയുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.